we are trying to understand these days. വചനത്തിലെ ഉപമകളിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം അവയെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. And today we are learning the parables from book of Matthew. മത്തായി സുവിശേഷത്തിലുള്ള ഉപമകളിൽ നിന്ന് നാം ഇന്ന് പഠിക്കുന്നു. And let's turn to chapter 13. 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. Verse 24 to 30. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. And from 37 to 43. 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. Matthew chapter 13 verse 24 to 30 and 37 to 43. Can anyone read? I'll do it. The kingdom of heaven may be compared to someone who sowed good seed in his field. But while everybody was asleep, an enemy came and sowed weeds among the wheat, and then went away. So when the plants came up and bore grain, then the weeds appeared as well. And the slaves of the householder came and said to him, Master, did you not sow good seeds in your field? Where then did these weeds come from? He answered, An enemy has done this. The slaves said to him, Then do you want us to go and gather them? But he replied, No, for in gathering the weeds you would uproot the wheat along with them. Let both of them grow together until the harvest, and at harvest time I will tell the reapers to collect the weeds first and bind them in bundles to be burned, but gather the wheat into my barn. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യരുറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളുമായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടി വെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. And that parable has been explained from verse 36 to 43. 36-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ ഈ ഉപമയെ വിശദീകരിച്ചിരിക്കുന്നു. And Jesus sent the multitude away, went into the house, and his disciples came to him saying, Explains to us the parable of the trees of the field. He answered and said to them, He who sows the good seed is the Son of Man. The field is the world, the good seeds are the sons of the kingdom, but the tares are the sons of the wicked one. The enemy who sowed them is the devil. The harvest is the end of this age, and the reaper are the angels. Therefore, as the tares are gathered and burned in the fire, so it will be the end of this age. The Son of Man will send out his angels, and they will gather out his kingdom all things that offend and all those who practice lawlessness, and will cast them into the furnace of fire. There will be wailing and gnashing of teeth. Then the righteous will shine forth as the sun in the kingdom of their Father. He who has ears, let him hear. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചൂടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amen. Jesus was trying to explain the kingdom of God through the parables. യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് തൻ്റെ ഉപമകളിൽ കൂടി വിശദീകരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. We all know that Jesus used parable because that was the best method to teach in that context. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ് എപ്പോഴും ഉപമകളെ ഉപയോഗിച്ചത് അത് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമായിരുന്നു. അതുകൊണ്ട് But the saddest part is that even though he used the parables,
many of the parables were not able to understand by the disciples. എന്നാൽ ദുഃഖകരമായ കാര്യം പലപ്പോഴും ഉപമകളായി പഠിപ്പിച്ചിരുന്നുവെങ്കിലും അനേകർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. So Jesus was trying to explain that in the kingdom of God there is two parts. യേശു കർത്താവ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദൈവരാജ്യത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. Let me go very quickly with this parable. വളരെ വേഗത്തിൽ മുമ്പോട്ട് കടന്നു പോകാം. When Jesus was speaking about this kingdom, he was thinking about the universal church. യേശു കർത്താവ് ഈ ഒരു ഉപമയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് സർവ്വവ്യാപികമായ സഭയെക്കുറിച്ച് പറയുന്നു. Universal. He was speaking about the whole churches, not a local church. He was speaking about the whole thing. കർത്താവ് സഭയെക്കുറിച്ച് മൊത്തത്തിൽ കൂടെ സംസാരിക്കുക. And when he was speaking about that thing, he says there is two aspects in the kingdom of God. ദൈവരാജ്യത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ചു. We are always perplexed by the thing that how evil and good go together. നാം പലപ്പോഴും വളരെ അതിശയിക്കാറുണ്ട് ദുഷ്ടതയും നീതിയും ഒരുപോലെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന്. And with our zeal or immaturity we always try to do something to take away the evil from us. നമ്മുടെ ഉത്സാഹത്തിലും തീക്ഷ്ണതയിലും പലപ്പോഴും നമ്മളിലുള്ള ദുഷ്ടതയെ നീക്കി കളയുവാൻ നാം ശ്രമിക്കാറുണ്ട്. And we always try to clean out all the things and be clear. നാം പലപ്പോഴും ഇത് ഒറ്റയടിക്ക് ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കാറുണ്ട്. But Jesus in this parables was trying to say that we cannot clear up everything and move on. യേശു കർത്താവ് തന്റെ ഉപമയിൽ കൂടി ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമുക്ക് ഒറ്റ അടിക്ക് ഇത് ശുദ്ധീകരിച്ചിട്ട് മുമ്പോട്ട് നീങ്ങാൻ കഴിയത്തില്ല. But he was trying to say that everything be clear at the end of the age. കർത്താവ് എന്നാൽ ലോകാവസാനത്തോളം സകലവും എല്ലാം വളരെ ശരിയാകും നമ്മളെ പഠിപ്പിച്ചു. When the time of judgment will come, everything will be clear. ന്യായവിധിയുടെ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും. I hope lot of the questions been answered today this morning. ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പല ചോദ്യങ്ങൾക്കും മറുപടി ലഭിച്ചുവെന്ന്. Because we try to find of the answer what is happening right now. നാം പലപ്പോഴും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. But to tell you the truth, there will be confusion in our life because all things will not be clear as you go up in the kingdom of God. എന്നാൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ ഇവിടെ വെച്ച് വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. You will be amazed by why this is happening, and why this is happening, and we are not getting anywhere in our life. സംഭവിക്കുന്ന പലതും കണ്ട് നാം അതിശയിച്ചു പോകാറുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. So people are so much perplexed by this thing that they give their more attention to what is happening in the evil rather than what is happening in the good. നാം പലപ്പോഴും ദുഷ്ടതയായി നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. More to the evil rather than the good. നാം നന്മയേക്കാൾ അധികം തിന്മയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നവരാണ്. And I don't know, the social media has edified or promoted that thing more to focus us on the evil thing. മാധ്യമങ്ങളൊക്കെയും പലപ്പോഴും ദുഷ്ടതയും തിന്മയാണ് കൂടുതലായി പ്രകാശിപ്പിക്കുന്നത്. But everything good happens, nobody likes it. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് അധികം അഡ്വർടൈസ്മെന്റ് കിട്ടാറില്ല. Everybody is concerned about what is happening evil in Pentecost. നമ്മുടെ ദൈവജനത്തിന്റെ മധ്യത്തിൽ നടക്കുന്ന തിന്മകളിലാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും പതിച്ചു നിൽക്കുന്നത്. And that video become viral. അങ്ങനെയുള്ള വീഡിയോകളാണ് എപ്പോഴും പ്രചാരം ലഭിക്കുന്നത്. And that has been passed on to WhatsApp group and to all the groups and to all the groups and all the groups, and it becomes concentrated in the minds of the people. നമ്മുടെ ഇടയിൽ നടക്കുന്ന തിന്മകളെ കുറിച്ചുള്ള വീഡിയോകളാണ് കൂടുതലും പ്രചാരം ലഭിക്കുന്നത്. അങ്ങനെയാണ് ജനത്തിന്റെ ഹൃദയങ്ങൾ അതിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നത്. So let me relate this parable with the thing that God is trying to speak, that you don't bother about the evil one, but rather be focused on the good thing. ദുഷ്ടനെ കുറിച്ചും ദുഷ്ടതയെ കുറിച്ചും നാം അധികം ഭാരപ്പെടാതെ നാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. And that's what Bible says when Jesus was explaining the parable. He says, you are the person chosen for righteousness. Don't bother about what other things is happening in your life. നാം നീതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദുഷ്ടതയായി നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് അധികം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. I always remember the teaching of one of our teacher in Manakala. മണക്കാലയിലുള്ള എൻ്റെ ഒരു അധ്യാപകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. I may have shared it here. ഞാൻ അതിവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. He tries to explain the things like this. പുള്ളി ഇങ്ങനെയാണ് കാര്യങ്ങൾ He says when there is rain going on, when there is raining, മഴ പെയ്യുമ്പോൾ you don't expect to put on the tarpa to all the places and then say, okay, I will go. നാം പോകുന്ന വഴിയിലെല്ലാം ടാർപ്പ ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ല. He says, you have an umbrella with you? നിങ്ങളുടെ കൈ കൊടയുണ്ടെങ്കിൽ, maybe it is not big one but small, ചെറിയ കൊടയാണെങ്കിലും, he says that's enough. അത് മതി. You just
open the umbrella, you will not be wet. You can go how far you want to go. നമ്മൾ കുട നൂത്ത് പിടിച്ച് പോയാൽ നമുക്ക് നനയാതെ പോകാം. But we are in the process that we will put tarpa and we will go, then only we will go and reach our destination. നമ്മൾ എല്ലായിടത്തും ടാർപ്പ ഇട്ടിട്ട് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നവരാ. And if he gives the second examples. സാർ രണ്ടാമതേ ഒരു ഉപമ പറയുമായിരുന്നു. He says there is dark, there is no street light. ഇരുട്ടാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ. He was explaining about the Kerala. He says, yeah, Kerala there is no street light. കേരളത്തിൽ ചിലപ്പോൾ വഴിവിളക്ക് ഇല്ലാതെ. So he says there is no street light. വഴിവിളക്കില്ലെങ്കിൽ. But if we are stubborn and say that I will put the light in all the street lamp post and then only I will walk, വഴിവിളക്ക് മുഴുവൻ തെളിയിച്ച ശേഷമേ ഞാൻ പോകത്തുള്ളൂ നാം നിർബന്ധം പിടിച്ചാൽ you are in danger. നാം വളരെ അപകടത്തിലാകും. He says you have a torch with you. കയ്യിലൊരു ടോർച്ച് ഉണ്ടെങ്കിൽ. Maybe that doesn't have big focus on it. വലിയ വെളിച്ചമൊന്നും ഇല്ലെങ്കിലും. But you may be having a small torch. ഒരു ചെറിയ ടോർച്ച് ഉണ്ടായിരിക്കും. That is enough to pierce the darkness and go as long as you want. ആ ഇരുട്ടിനെ കീറി മുറിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ആ ടോർച്ച് മതി. Amen. Amen. Hallelujah. So this parable exactly Jesus was speaking about that thing. ഈ ഒരു ആശയമാണ് കർത്താവ് ഈ ഉപമയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. He's saying don't be bothered about what evil is going to happen. നമ്മുടെ ചുറ്റും നടക്കുന്ന അനീതിയെക്കുറിച്ചും ദുഷ്ടതയെക്കുറിച്ചും നമ്മൾ അധികം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. It is inevitable. You cannot do anything about that thing. അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. But you focus on what you are doing. അവരവരെ കുറിച്ച് അവരവർ കൂടുതൽ ഭാരപ്പെടും. You focus on what has been put inside your heart. അവരവരുടെ ഹൃദയത്തിനകത്ത് എന്താണ് വിതയ്ക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കുക. അത് കർത്താവ് ഈ ഉപമയെ വളരെയധികമായി In verse 24 and 23 he says the sower is the son of man. 24 പറയുന്നു വിതയ്ക്കുന്നവൻ ദൈവപുത്രനാണ്. And the field is the world. ഈ ലോകമാണ് വയല്. Yeah, in 24, 37, 38, yeah, he explains that thing. And in verse 38 he says the seeds are the sons of the kingdom. 38ാമത്തെ വാക്യത്തിൽ പറയുന്നു രാജ്യത്തിന്റെ പുത്രന്മാരാണ് നല്ല വിത്ത്. And in verse 38 he says the weeds are the sons of the evil one. 39ാമത്തെ വാക്യത്തിൽ പറയുന്നു ആ കള എന്ന് പറയുന്നത് ദുഷ്ടന്മാരാണ്. And it shows a church consisting of the saved and unsaved people. സഭയ്ക്കകത്ത് പലപ്പോഴും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടാകാൻ സാധ്യത. Remember that thing. എപ്പോഴും അത് ഓർക്കണം. You have to remember that thing. അതെപ്പോഴും നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. In this modern age doesn't mean that all the people who come to the church are saved people. ഇന്നത്തെ ആധുനിക യുഗത്തിൽ സഭയിൽ വരുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. And all the people who do ministries are not called by the God. It is not necessary. ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാവരും വിളിയുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. So remember that when Jesus says that weeds are the son of the evil one, remember that they may be both. In the church there are saved ones and unsaved ones. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കർത്താവ്. There are ministers those who are chosen and called. ദൈവം വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്ത അഭിഷിക്തന്മാരുണ്ട്. And there are other ministers who do it as a profession or as a means of earning their life. ഒരു ജീവിതമാർഗമായോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ടോ സുവിശേഷ വേല ചെയ്യുന്നവർ കാണും. We heard a testimony in WhatsApp how a RSS person disguised himself as pastor and gave that advertisement in the newspaper. മാധ്യമങ്ങളിൽ നാം ഈയിടെ ഒരു സംഭവം കാണുവാൻ ഇടയായി. ഒരു RSSന്റെ മെമ്പർ ഒരു പാസ്റ്ററായിട്ട് വേഷം കെട്ടി പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു. And when people called him for prayer, he prayed, he prophesied, he spoke in tongues and all that. ജനം അയാളെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ പുള്ളി പ്രാർത്ഥിക്കുകയും ചെയ്തു, പ്രവചിക്കുകയും ചെയ്തു, അന്യഭാഷ സംസാരിച്ചു. And he said, okay, there is some problem in your house. I want to have a 3-day fasting prayer in your house. നിങ്ങളുടെ വീട്ടിൽ എന്താണോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഉപവാസ പ്രാർത്ഥന വെക്കാൻ ആഗ്രഹിക്കുന്നു. So this person started talking to him. മറ്റേ ആള് ഈ ആളിനോട് അധികം സംസാരിക്കാൻ തുടങ്ങി. And he debated according to the word of God. അയാൾ വചനപ്രകാരം ഈ വ്യക്തിയുമായി വാദിക്കുവാൻ തുടങ്ങി. And the last moment when it was coming to the conclusion, that person gets so that the person who was disguised as a pastor, he got so offended and started speaking in Tari. So this person who was impersonating a pastor, he got so offended and he got so angry that he started using abusive language. And he said, you know who I am? അയാൾ പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോ? I am RSS person. ഞാനൊരു RSS മെമ്പറാണ്. Remember that thing. നാം ഇത് ഓർത്തിരിക്കണം. There are people in the church.
സഭയ്ക്കുള്ളിൽ there are people in the church സഭയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. who are minister and who are not minister, അഭിഷിക്തന്മാരുമാകാം, അഭിഷിക്തന്മാർ who are അല്ലാത്തവരുമാകാം, saved and not saved. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടാകാം. Amen. ഹല്ലേലൂയ. So be careful. That's why he's saying. And in the fifth part, that enemy is the devil. In verse 39 we see 39ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ശത്രു പിശാചാണ്. a real personality who is very active today in sowing weeds where the Lord has sown his wheat. ദൈവം നല്ല വിത്ത് വിതച്ച സ്ഥലങ്ങളിൽ തന്റെ വിത്ത് കൊണ്ടിടുന്ന ഒരു വളരെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വം. There is the enemy is the devil. അവിടെ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. Remember, he is the real personality who is very active in sowing weeds where the Lord has sown his wheat. ഈ കാര്യം ഓർക്കുക, പിശാച് എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്, വളരെ ക്രിയാത്മകമായി ദൈവം നല്ല വിത്ത് വിതച്ചെടുത്ത് തന്റെ വിത്തുകളെ വിധിക്കുന്നതാണ്. The sixth part of the parable is that the harvest is the end of this age. ആറാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അന്ത്യകാലം എന്നതാണ് കൊയ്ത്ത്. Last there will be harvest. അവസാനമാണ് കൊയ്ത്ത്. And who is going to who harvest it? That is the seventh part of the parable. The harvester are the angels. ദൂതന്മാരാണ് ഈ പറയുന്ന കൊയ്ത്ത് ചെയ്തെടുക്കാൻ പോകുന്നത്. And the finally eighth part says those who are harvested, both will be harvested. The wheat will be harvested, the weeds will be harvested, and then at the last time of the judgment it will be separated. അവസാന കാലത്ത് ഈ ഗോതമ്പും കളയും ഒരുപോലെ കൊയ്തെടുക്കും, എന്നാൽ ലാസ്റ്റിലാണ് അതിനെ രണ്ട് തമ്മിൽ വേർതിരിക്കുന്നത്. As I told you, let me come to the first part of the message. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ആലോചനയുടെ ആദ്യ ഭാഗത്തേക്ക് നാം കടന്നു പോകാം. In every church ഓരോ സഭയിലും there will be wheat and the weeds. കളയും കാണും, ഗോതമ്പും കാണും. There will be wheat and weeds. കളയും ഗോതമ്പും കാണും. So we have to be careful. നാം സൂക്ഷിച്ചിരിക്കുക. Failure to recognize this often leads God people to become discouraged. ഭക്തരായ അനേക മനുഷ്യരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ട് അവർ വളരെയധികം നിരുത്സാഹപ്പെടുന്നു. Especially the person who comes in faith for the first time or is a new beginner in this faith. ആദ്യമായി വിശ്വാസത്തിൽ വരുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഭാരങ്ങൾ ഉണ്ടാക്കും. We can lose heart. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഭാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Amen. Because we are coming to the church with the expectation that all people are saints here. സഭയിൽ കടന്നു വരുന്നവർ എല്ലാവരും വിശുദ്ധരാണ് എന്നുള്ള ചിന്തയിലാണ് കടന്നു വരുന്നത്. But when the new people comes and enters and sees the wrongdoings in the church, they feel discouraged. Now we came here, now where to go? പുതുതായി വിശ്വാസത്തിൽ കടന്നു വരുന്ന സഭയ്ക്ക് ഉള്ളിലുള്ള ദോഷങ്ങൾ കാണുമ്പോൾ അവർക്ക് വളരെ ഭാരം തോന്നുന്നു. ഞങ്ങൾ ഇവിടെ വന്നു, ഇനി എവിടെയാ പോകുന്നത്? I'm not speaking about the local church. I'm speaking as I explained to you. Keep in the mind the whole church. ഒരു ലോക്കൽ സഭയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള ലോകവ്യാപകമായ സഭയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. There are chances where the people will lose heart. വളരെ സാധ്യതയുണ്ട് നമ്മൾക്ക് നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടാൻ. They will be discouraged. നമുക്ക് വളരെയധികം നിരാശ തോന്നുവാൻ സാധ്യതയുണ്ട്. And in some extreme cases there are people who has gone back. പലപ്പോഴും ഇതൊക്കെ കണ്ട് പിന്മാറി പോകുന്നവരുമുണ്ട്. Amen. Because they have not understood the concept of the kingdom of God. കാരണം അവർ ദൈവരാജ്യത്തിന്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കുന്നില്ല. They are not able to understand there are wheat and weeds in the church. അവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, സഭയ്ക്കകത്ത് ഗോതമ്പും കളയും ഉണ്ടാകുമെന്ന്. Jesus taught us. യേശു അത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. Jesus taught us. കർത്താവ് നമ്മളെ അത് പഠിപ്പിച്ചിരിക്കുന്നു. And this is the universal truth. ഇതാണ് ലോകവ്യാപകമായ സത്യം. Amen. There are weeds and wheat in the church. സഭയ്ക്കകത്ത് കളയും ഗോതമ്പും ഒരുപോലെ ഉണ്ടാകും. Then what we have to do? നാം എന്ത് ചെയ്യണം? We have to remember who we are. നാം ആരാണെന്ന് നന്നായി ഓർക്കുക. That's what John chapter 1 verse 12 says. യോഹന്നാന്റെ സുവിശേഷം 1:12 ഇങ്ങനെ പറയുന്നു. 12:13 and 14 it clearly says who we are. 12, 13, 14 നാം ആരാണെന്ന് വ്യക്തമായി പറയുന്നു. That we are the children of God. നാം ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. If anyone has taken, please read that word. Amen. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. Bible says that those who are born of God, God has given them the authority to become children of God.
വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു. And the second part says it's not by the human effort, but they are born by God, born of God. മനുഷ്യരുടെ ശ്രമത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്, ദൈവത്താലാണ് ഇങ്ങനെയുള്ളവർ ജനിക്കുന്നത്. And that is what the Bible says as wheat. അതിനെയാണ് വേദപുസ്തകം ഗോതമ്പ് എന്ന് പറയുന്നത്. Because wheat has always life inside it. കാരണം ഗോതമ്പ് മണിക്കകത്ത് എപ്പോഴും ജീവൻ ഉണ്ടായിരിക്കും. Amen. 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 Okay, let me go forward. Who are the children of the enemy? ആരാണ് പിശാചിന്റെ മക്കൾ? We turn to John chapter 8. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം verse 38. 38-ാമത്തെ വാക്യം. And it says, yeah. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Till 45 we read, it clearly explains who are the children of enemy. 45-ാമത്തെ വാക്യം വരെ നാം ഇത് കാണുന്നു, ശത്രുവിന്റെ മക്കൾ ആരാണ്, പിശാചിന്റെ മക്കൾ ആരാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. He said, I speak what I've seen with my father, and you do what you have seen with your father. Then they answered and said to him, Abraham is our father. Jesus said to them, if you were Abraham's children, you would do the work of Abraham. But now you seek to kill me, a man who has told you the truth, which I heard from God. Abraham didn't do this. All you do the deeds of your father. Then they said to him, we were not born of fornication. We have one father, God. Then Jesus said to them, if God were your father, you would love me. For I proceed forth and come from God, nor have I come of myself, but he sent me. Why do you not understand my speech? Because you are not able to listen to my word. And then the 44th word, it is very clear. You are of your father, the devil, and the desires of your father you want to do. He was a murderer from the beginning and does not stand in the truth, because there is no truth in him. When he speaks a lie, he speaks from his own resources, for he is a liar and the father of it. But because I tell the truth, you do not believe. പിശാചിന്റെ അടുക്കൽ അല്ല, പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായ്മ കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. The amazing thing is that everybody looks from outside the same. അതിശയകരമായ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറമേ ഉള്ളത് നോക്കുന്നു. But എന്നാൽ Satan cannot speak the truth. എന്നാൽ പിശാചിന് സത്യം സംസാരിക്കാൻ കഴിയുകയില്ല. He cannot. If we say that it is written in the Bible, they get agitated. അവരോട് നാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. Because the wheat and the weeds look alike. കാരണം ഈ ഗോതമ്പും ഈ കളയും ഒരുപോലെ ഇരിക്കുന്നു. But the fruits are different. എന്നാൽ ഫലത്തിന് വ്യത്യാസമുണ്ട്. I tried to understand. I and the first time when I read this parable, I was not able to understand what is the wheat Jesus is speaking about.
ആദ്യം ഇത് വായിച്ചപ്പോൾ ഇതിലെ കള എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. I always say Jesus used the context and culture of the Palestinians to explain the parables. യേശു കർത്താവ് അന്നത്തെ സംസ്കാരം ഉപയോഗിച്ചാണ് ഉപമകളെ പറഞ്ഞിരിക്കുന്നത്. The weed, exactly what Jesus means is the word darnel, D-A-R-N-E-L, darnel. ഡാർണൽ എന്ന വാക്കാണ് കളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. It is similar to wheat. അത് ഗോതമ്പ് പോലെ തന്നെ ഇരിക്കും കണ്ടാല്. That was grown up in Palestine. ഫിലിസ്തീൻ നാട്ടിൽ ആ സമയത്ത് വളരുന്ന ഒരു ചെടിയായിരുന്നു. Exactly like that. അത് ഗോതമ്പ് ചെടി പോലെ തന്നെ ഇരിക്കും. Darnel, D-A-R-N-E-L. The word darnel is used. ഡാർണൽ എന്ന വാക്കാണ്. That is a poisonous thing. അത് വിഷകരമായ ഒരു ചെടിയാണ്. And it's exactly similar to the wheat. അത് കണ്ട ഗോതമ്പ് പോലെ തന്നെ ഇരിക്കും. That's why when the disciple says, okay, let's go and uproot it. അതുകൊണ്ടാണ് ആ ദൂതന്മാര് നമുക്കത് പോയി പിഴുതാവെന്ന് പറയുന്നത്. But Jesus said, you will not able to understand who is who. എന്നാൽ യേശു പറയുന്നു ഏതാണ് ഏത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. Because it is very simple. രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. And they are so interwoven in the roots. ആ വേരുകളിൽ അത് ഒരുപാട് കൂടി പിണഞ്ഞു കിടക്കുന്നു. That you cannot separate them. അതിനെ നമുക്ക് വേർതിരിക്കാനും കഴിയത്തില്ല. You have to wait till the fruits comes out. ഫലം വരുന്നിടം വരെ കാത്തിരിക്കേണ്ടി വരും. But still the fruits, when it comes out outward, it is same. എന്നാൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കും. But you have to wait till it has been threshed. കൊയ്ത്ത് വരെ നാം അതിന് കാത്തിരിക്കണം. Because when it threshed, the wheat will come out but from weeds a black seed will come out. മെതിക്കുമ്പോൾ ഗോതമ്പ് മണികൾ പുറത്തു വരികയും ആ കളയിൽ നിന്ന് ചില കറുത്ത അരികൾ വരികയും ചെയ്യും. I mean, that's when we will understand that it was not wheat. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അത് കളയായിരുന്നു. But it was weed. അത് ഗോതമ്പ് ചെടിയല്ലായിരുന്നു, അത് കളയായിരുന്നു. Amen. Whenever demon spirits uses one's body and mouth and language, it is very difficult to understand whether that person is speaking or the demons are speaking. ദുരാത്മാക്കളെ വ്യക്തികളുടെ ഭാഷയെയും വാക്കുകളെയും സ്വഭാവത്തെയും ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയാണോ ദുരാത്മാവാണോ സംസാരിക്കുന്നത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാകും. I have talked a lot of people like that. ഇങ്ങനെയുള്ള പലരുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. They may seems very normal. അവരെ കണ്ട വളരെ സാധാരണക്കാരാണ്. But always speaks negative things. എന്നാൽ എപ്പോഴും വളരെ നെഗറ്റീവായിട്ട് മാത്രമേ സംസാരിക്കൂ. Always speaking curses. എപ്പോഴും ശാപവാക്കുകളെ പറയത്തുള്ളൂ. Always speaking about destructions. എപ്പോഴും നാശകരമായ വാക്കുകളെ പറയത്തുള്ളൂ. We are not able to understand that if you see him or her, she is normal. No manifestation or no expression that she has been demon possessed. അവർ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയാണോ ദുരാത്മാവാണോ സംസാരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം വ്യക്തമായ പ്രകടനങ്ങളൊന്നും ഇല്ലായിരിക്കാം, എന്നാൽ സംസാരം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. But the words will always be so harsh, so critical, so cursing and so discouraging that when we hear that person speak, we feel that this is the end of the world. ആ വ്യക്തികളുടെ വാക്കുകൾ എപ്പോഴും വളരെ കഠിനമായിരിക്കും, വളരെ ദോഷകരമായിരിക്കും. അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ള പ്രത്യാശയും കൂടെ പോകും. Some people it may last long. ചില വ്യക്തികളിൽ ഇത് വളരെയധികം കാലം നീണ്ടു നിൽക്കും. 1, 2 or 1 week. 1 or 2 ആഴ്ച വരെ ഈ നിരാശ നിൽക്കാൻ സാധ്യതയുണ്ട്. But for some people it will take seconds like this. എന്നാൽ ചില വ്യക്തികൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ വളരെ കുറച്ച് സമയം. പുറത്തു വരാനല്ല, സ്വിച്ച് ആകാൻ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവാൻ കുറച്ച് സമയം മതി. Seconds. വളരെ സെക്കൻഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവും. The moment the person is cursing, the other moment he or she will switch and said എല്ലാം നന്നായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിലേക്കും ഇവർക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും. Amen. Are you able to understand? I don't know. മനസ്സിലാകുന്നുണ്ടോ? Yeah, that's it. For some people it takes time. ചിലർക്ക് അതിന് സമയം വളരെ എടുക്കും. If it has been habitual demonic activities, it will take time. സ്വഭാവത്തിൽ ഇഴുകി ചേർന്ന പൈശാചിക സ്വഭാവമാണെങ്കിൽ അതിന് സമയമെടുക്കും. It will take 2 days, 3 days. Some people they go to depression, it takes time to come out. ചിലർ നിരാശയിലേക്ക് കടന്നു പോകും, അതിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കും. And then in that
here I don't know the medical. I don't like using the word depression. I use demonic activities. I don't use medical terms. I only use the term demonic activities. And when that person is been in that thing, he always speaks about hopeless. And then ജീവിതം ബേക്കാരം. क्या है? ഇങ്ങനെ പൈശാചികമായ ശക്തികളുടെ അധീനതയിലായിരിക്കുമ്പോൾ ഈ വ്യക്തി എപ്പോഴും നിരാശയുടെ വാക്കുകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഞാൻ ആരാ? Who I am? ഞാൻ ആരാ എന്നുള്ള ചോദ്യം. What is my value? എൻ്റെ വില എന്താണ്? What is my importance? എൻ്റെ പ്രാധാന്യം എന്താണ്? Why I am living like this? ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? Why I am earning like this? ഞാൻ എന്തിനാ ഇങ്ങനെ സമ്പാദിക്കുന്നത്? Why I am ruining my life? ഞാൻ എന്തിനാ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? And then the other day he or she will be on the 100 part. Oh, നമുക്ക് ചെയ്യണം. Let's plan. Let's do something. Let us be great. Let us be. We know what is the value of us. Bible says that we are a children of God. ഇവരുടെ ഉത്സാഹം ഇടയ്ക്ക് പൊങ്ങിയും താന്നും ഇരിക്കും. എന്നിട്ട് പിന്നെ പറയും വചനത്തിനകത്ത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉത്സാഹത്തിലോട്ട് പോകും. So we are confused. നമ്മൾ കൺഫ്യൂഷനിലാകും. The other day we were totally down till we went to the hell. തലേ ദിവസം നാം നരകത്തിലായ പോയ പോലെ നമുക്ക് നിരാശയായി. The other moment we are on the seated on the right hand of God. അടുത്ത നിമിഷം നാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും. So we have to understand that thing. നാം അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. That Satan, the enemy's work is similar with a line of fracture. വളരെ നേരിയ ഒരു വ്യത്യാസമാണ് പൈശാചികമായ പ്രവൃത്തികളും ദൈവികമായ പ്രവൃത്തികളും തമ്മിൽ. A line of fracture. ഒരു വളരെ നേരിയ വ്യത്യാസം in a person. ഒരു വ്യക്തിയിൽ. Unless and until that person totally get delivered from that thing. നാം അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുന്നിടം വരെയും ഇങ്ങനെ പൈശാചികമായ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കും. Amen. Amen. I don't know what you people think, but what I have experienced in the life of my ministry, that people are not delivered at an instant. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ മനുഷ്യർ ഒറ്റയടിക്കല്ല വിടുതൽ പ്രാപിക്കുന്നത്. Amen. It takes time. അതിന് സമയമെടുക്കും. The moment they understand the word of God, ദൈവവചനത്തെ നാം തിരിച്ചറിയുമ്പോൾ, and the moment they apply it into their life, നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാവർത്തികമാക്കുമ്പോൾ, that area is been delivered by God. ആ ഒരു വശം നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ഭാഗം ദൈവത്താൽ വിടുവിക്കപ്പെടുന്നു. And the weeds started growing in that. അവിടെ ഗോതമ്പ് ചെടികൾ വളരുവാൻ തുടങ്ങും. And God will thresh away the weeds from our life. ദൈവം നമ്മുടെ ജീവിതത്തിലെ കളകളെ മെതിച്ചു മാറ്റും. And the power of the Holy Spirit of fire will burn it. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും തീയും അതിനെ ദഹിപ്പിച്ചു കളയും. But till that time, എന്നാൽ ആ സമയം വരെ we have to fight നാം പോരാടേണ്ടിയിരിക്കുന്നു. the enemy. പിശാചിനോട് We have to പോരാടണം. fight the enemy. നാം പിശാചിനോട് പോരാടണം. You cannot change yourself. നമുക്ക് നമ്മെ തന്നെ വ്യതിയാനപ്പെടുത്താൻ The പറ്റത്തില്ല. word of God can only change you. ദൈവവചനം മാത്രമാണ് നമ്മെ You രൂപാന്തരപ്പെടുത്തുന്നത്. cannot come out by yourself. നാം സ്വന്തമായി നിരാശയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. You need to put effort. നാം അതിനായി ശ്രമിക്കണം. You need to do something. നമ്മൾ ചിലത് ചെയ്യേണ്ടി വരും. What you have to do? നാം എന്താണ് ചെയ്യേണ്ടത്? Bible says വചനം പറയുന്നു that the weed is been put by the enemy when they were sleeping. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിശാച് കള വിതച്ചത്. Bible says when they were sleeping. അവർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. Christian life is not a life sleeping. ഉറക്കം തൂങ്ങിയുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. You read all of the epistles in the New Testament. നാം പുതിയ നിയമത്തിലുള്ള എല്ലാ ലേഖനങ്ങളും വായിക്കുമ്പോൾ He said, be watchful. എപ്പോഴും പറയുന്നത് ശ്രദ്ധയോടിരിക്കാൻ, Be alert. നിർമ്മതരായിരിക്കാൻ, Pray without ceasing. നിർത്താതെ പ്രാർത്ഥിക്കാൻ, Put on the armor of God. ദൈവത്തിന്റെ സർവ്വായുധവർഗ്ഗം ധരിക്കുവിൻ. Peter always says, be alert. Jesus is coming. പത്രോസ് എപ്പോഴും പറയുന്നു നിർബന്ധരായിരിപ്പിൻ, യേശു കർത്താവ് There വരുന്നു. will be no delay. ഇനി താമസമില്ല. But the people live in a way that they are not bothered and they are sleeping. എന്നാൽ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമുക്കിതൊന്നും ഒരു വിഷയമല്ല, നാം ഉറങ്ങിയാ And the ജീവിക്കുന്നത്. devil's objective is to mix evil with good, എന്നാൽ പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും കൂടെ ഒരുമിച്ച് so that he can കൂട്ടിക്കഴിക്കുക. hinder the growth of the kingdom. ദൈവരാജ്യത്തിന്റെ കെട്ടുപണി അതിന്റെ വളർച്ചയെ My people of തടസ്സപ്പെടുത്തുക. God, we are struggling to grow. നാം ഓരോരുത്തരും വളരുവാനായി വളരെയധികം ബന്ധപ്പെടുന്നു. Nobody can say that thus far I have come 20 years and I have grown in a tremendous way.
നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല പ്രയാസമില്ലാതെയാണ് നാം വളർന്നത്. We have struggled in each and every stage of our growth. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നാം വളരെയധികം ബന്ധപ്പെടേണ്ടി വരുന്നു. We have put on our effort whatever we can. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നാം ചെയ്യുന്നുണ്ട്. There was a time of depression in our life. There was a time when we felt that we will give up. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പിന്മാറുവാൻ ചിന്തിച്ചിട്ടുണ്ട്. But there was a time when God said, no, it's not you, it's me who is building the kingdom inside you. അപ്പോൾ ദൈവം നമ്മെ ധൈര്യപ്പെടുത്താറുണ്ട്, നീയല്ല ഞാനാണ് ദൈവത്തിന്റെ സഭ പണിയുന്നത്. But Bible says we have to be awake. എന്നാൽ വചനം പറയുന്നു നാം ഉണർന്നിരിക്കേണ്ടിയിരിക്കുന്നു. Because if we are not awake, കാരണം നാം ഉണർന്നിരുന്നില്ലെങ്കിൽ Satan will put evil with the good and will mix it. പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിൽ ദുഷ്ടതയും ഇടും നന്മയുമായി കൂട്ടിക്കുഴയ്ക്കും. In New Testament Bible says from the same word in the book of James it says can from the same mouth good and evil come. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരേ വായിൽ നിന്ന് ഒരേ ഉറവയിൽ നിന്ന് നന്മയും തിന്മയും ഒരുപോലെ വരാൻ കഴിയും. That means it has come. That's why he was speaking about that. അതിന്റെ കാരണം അത് അങ്ങനെ വന്നു, അതുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്. But James പറയുന്നത്. says that is not good. എന്നാൽ യാക്കോബ് പറയുന്നത് നന്മയല്ല, നല്ലതല്ല. That is the work of the evil. അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. You cannot speak good and evil, cursing and blessing from the same mouth. ഒരേ വായും കൊണ്ട് അനുഗ്രഹിക്കാനും ശപിക്കുവാനും പാടില്ല. But Satan has deceived the church and the people for a long time. എന്നാൽ പിശാച് വളരെ കാലമായി സഭയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. He has mixed the good and evil together. പിശാച് നന്മയും തിന്മയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കുഴച്ചിരിക്കുന്നു. And has become a status in our life thinking that this is how the Christianity is. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. Everybody goes through that thing. എല്ലാവരും ഇതിൽ കൂടി കടന്നു പോകുന്നു. Everybody is doing the same thing. എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നു. See that person. ആ വ്യക്തിയെ നോക്കുക. He is worshiping. അയാൾ ആരാധിക്കുന്നു. He is speaking in tongues. അയാൾ അന്യഭാഷകളിൽ But സംസാരിക്കുന്നു. the moment he comes out of the church, he is becoming angry and speaking other words. എന്നാൽ സഭയുടെ പുറത്ത് വരുമ്പോൾ അത് വളരെ കോപിക്കുകയും വേറെ വാക്കുകൾ So പറയുകയും after ചെയ്തു. sometimes people think that it is normal for that. കുറച്ചു കാലം കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അങ്ങനെയാണ് സാധാരണ But ക്രിസ്തീയ the ജീവിതം. Bible speaks it is not normal. എന്നാൽ വചനം പറയുന്നു അത് സാധാരണമല്ല. And the parable of Jesus speaks that it is not normal. യേശു കർത്താവിന്റെ ഉപമകൾ പറയുന്നു അത് സാധാരണമല്ല. The wheat and weeds grow together. കളയും ഗോതമ്പ് ചെടിയും ഒരുപോലെ വളർന്നു വരുന്നു. But remember who we are. എന്നാൽ നാം ഓർക്കണം നാം ആരാണ്. Bible says we are the children of God. വചനം പറയുന്നു നാം ദൈവത്തിന്റെ മക്കളാണ്. We are the wheat. നാം ഗോതമ്പ് ചെടിയാണ്. We are not weeds. നാം കളയല്ല. Amen. Amen. Both cannot enter together the kingdom of God. ഇത് രണ്ടും കൂടെ ഒരുപോലെ ദൈവരാജ്യത്തിൽ കാണാൻ പാടില്ല. There will be a time when that will be separated from our life. എന്നാൽ ഒരു സമയമുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കപ്പെടും. But let us be aware. നാം എന്നാൽ ശ്രദ്ധാലുക്കളായിരിക്കുക. Before the seed of weeds is been put in our life, let us take out that before it sprouts out. നമ്മുടെ ഹൃദയത്തിൽ കളയുടെ വിത്തുകൾ വീഴുന്നതിന് മുമ്പേ തന്നെ നാം അത് ശ്രദ്ധയോടുകൂടി മാറ്റിയെടുക്കുക. And let us be alert in our life. നാം ജീവിതത്തിൽ നിർമ്മിതരായിരിക്കാൻ ശ്രമിക്കുക. Don't allow the enemy to put the seed when you are sleeping. നാം ഉറങ്ങുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയത്തിൽ വിത്തുകൾ ഇടാൻ സമ്മതിക്കരുത്. You cannot make excuse that I was busy with my work. No. നമുക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ എന്റെ ജോലിയിൽ വളരെ വ്യാപൃതനായിരുന്നു. You cannot say that I was tired. നമുക്കിത് പറയാൻ കഴിയത്തില്ല നമുക്ക് വളരെ ക്ഷീണമായിരുന്നു. You cannot say that it was a hectic thing for me. വളരെ തിരക്കുണ്ട് എന്റെ ലൈഫിൽ അതുകൊണ്ട് എനിക്ക് You സാധിക്കത്തില്ല. cannot make any of the excuses in your life. നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒഴിവുകഴിവ് പറയാൻ കഴിയത്തില്ല. Because Bible says you will be separated. കാരണം വചനം പറയുന്നു നാം ദൈവരാജ്യത്തിൽ നീക്കപ്പെടും. The wheat will go to the bran and the weeds will go to the garnishing. They will put into the fire of the hell. ഗോതമ്പ് ചെടികൾ ദൈവത്തിന്റെ കളപ്പുരയിൽ കൂട്ടപ്പെടും. ആ കളയോ പല്ലുകടിയുള്ള നരകത്തിലേക്ക് ഇടും. Jesus was trying to explain both cannot go together. യേശു കർത്താവ് പറയുന്ന രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. But still there are both evil and good. എന്നാൽ നമുക്കറിയാം തിന്മയും നന്മയും ഒരുപോലെ മുമ്പോട്ട് പോകുന്നു. Just remember who you are. നാം ഓർക്കുക നാം ആരാണ്. And go forward. നാം മുമ്പോട്ട് പോകുക. Don't bother about the evil thing. ദുഷ്ടതയെക്കുറിച്ച് നാം ഭാരപ്പെടണ്ട. Let it grow. അത് വളരട്ടെ. Let it grow. അത് വളരട്ടെ. Let it prosper. സമൃദ്ധമായി വളരട്ടെ. The more than the fruits of the wheat will be the fruits of the wheat maybe. ഭയങ്കര ഇങ്ങനെ തളർന്ന് നിൽക്കുമായിരിക്കും. ഒരു പക്ഷേ ദേവസഭയിൽ ഗോതമ്പ് ചെടിയുടെ ഫലങ്ങളെക്കാൾ അധികം കളയുടെ ഫലങ്ങളായിരിക്കും കാണുന്നത്. Don't bother about that thing. എന്നാൽ അതിനെക്കുറിച്ച് ഭാരപ്പെടാതിരിക്കുക. Remember who you are. നാം ആരാണെന്ന് നാം ഓർക്കുക. And rest God will do. ബാക്കി ദൈവം ചെയ്തോളൂ. But it will be not a long run.
എന്നാൽ ഇത് അധികകാലം നീണ്ടു നിൽക്കത്തില്ല. There will be a time when we will hear the trumpet sound. കർത്താവിന്റെ കാഹളം കേൾക്കുന്ന ഒരു സമയമുണ്ട്. And we will stand at the judgment seat. നാം കർത്താവിന്റെ ന്യായാധിപ ആസനത്തിന് മുമ്പേ നിൽക്കും. Judgment of God. കർത്താവിന്റെ ന്യായവിധി. And the Bible uses the two words. എന്നാൽ വചനത്തിനകത്ത് രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു. If we have done lawless deeds. ദുഷ്ടതയുടെ പ്രവൃത്തികൾ. Even though we were in the field, they were grown up in the field. എന്നാൽ ഒരുമിച്ച് വയലിൽ വളർന്നു വന്നതാണെങ്കിലും. Even though we have grown up in the church. നാം സഭയിൽ വളർന്നു വന്നവരാണെങ്കിലും. Even though we have attended the meetings. നാം മീറ്റിങ്ങുകളൊക്കെയും കൂടിയിട്ടുണ്ടെങ്കിൽ. Even though we have done lot of the things what we need to do. നാം ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നവരാണെങ്കിലും. But that day, ആ ദിവസത്തിൽ you will see our deeds. കളയെല്ലാം തിരിച്ചറിയപ്പെടും. Wheat and weeds will be separated. കളയും ഗോതമ്പ് ചെടിയും തമ്മിൽ വേർതിരിക്കപ്പെടും. I always say the statement. Once again I will say the statement. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. God is not concerned about our success, but he is concerned about our faithfulness. ദൈവം നമ്മുടെ വിജയത്തെക്കുറിച്ചല്ല ഭാരപ്പെടുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ വിശ്വസ്തതയാണ്. Like good wheat, he has planted you in the field. ദൈവം നമ്മെ വയലിൽ നട്ടിരിക്കുന്നത് നല്ല ഗോതമ്പ് ചെടിയായിട്ടാണ്. Stick to that only. നാം അതിൽ ഉറച്ചു നിൽക്കുക. Don't bother about the wheat that is growing side by side. നമ്മുടെ കൂടെ വളർന്നു വരുന്ന കളകളെക്കുറിച്ച് ഭാരപ്പെടണ്ട. Don't try to do anything to make them perfect. അങ്ങനെയുള്ള കളകളെ പൂർണ്ണരാക്കുവാൻ നാം അധികം ഭാരപ്പെടണ്ട. The wheat cannot change into weeds. കളയെ ഒരിക്കലും ഗോതമ്പ് ചെടിയാക്കാൻ പറ്റത്തില്ല. The seed is of wheat. അതിന്റെ വിത്ത് തന്നെ കളയുടേതാണ്. But remember who you are. എന്നാൽ നാം ആരാണെന്ന് നാം ഓർക്കുക. Remember what purpose you have been planted for. ദൈവം എന്തുദ്ദേശത്തോടു കൂടിയാണ് നമ്മെ നട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. Grow in that thing. അതിൽ വളരുക. Don't be judgmental. നാം ആരെയും വിധിക്കണ്ട. Don't be critical. നാം ആരെയും വിമർശിക്കണ്ട. Because that will not help any one of them. ആരെയും അത് സഹായിക്കുന്നില്ല. But let's see what we have in our hand. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് നാം നോക്കുക. If it is torch, അതൊരു വെളിച്ചമാണെങ്കിൽ burst the darkness and go. ആ ഇരുട്ടിനെ കീറി മുറിച്ച് മുമ്പോട്ട് പോവുക. If it is umbrella, കൊടയാണെങ്കിൽ without drenching you can walk. നനയാതെ നമുക്ക് മുമ്പോട്ട് പോകാം. Amen. ആമേൻ. For that purpose God has established us. അതിനായിട്ടാണ് ദൈവം നമ്മെ സ്ഥാപിച്ചിരിക്കുന്നത്. Can we close our eyes this morning? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Hallelujah. I think the Spirit of God has given us a lot of answers. We were struggling this whole year. ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഒരാഴ്ച കാലം നാം ഭാരപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ച് മറുപടി തന്നിരിക്കുന്നു. This word of God has changed my attitude in a greater way. ഈ ദൈവത്തിന്റെ വചനം എൻ്റെ മനോഭാവങ്ങളെ വളരെയധികം വ്യതിയാനപ്പെടുത്തിയിട്ടുണ്ട്. The spirit of judgment God has taken away by reading this word. ഈ വചനങ്ങളെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വിധിക്കുന്ന ആത്മാവിനെ ദൈവം മാറ്റിക്കളഞ്ഞു. God has taken away the spirit of criticism from my life. ദൈവം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിമർശനത്തിന്റെ ആത്മാവിനെ ഈ വചനത്താൽ നീക്കിക്കളഞ്ഞു. That's why I never share or promote any person's downfall that has been in the media. അതുകൊണ്ടാണ് ഞാൻ ഈ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ നടക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ഞാൻ അധികം പരസ്യം കൊടുക്കാറില്ല. I even don't mind looking to it. ഞാൻ അതിനെ നോക്കാനും ആഗ്രഹിക്കുന്നില്ല. Because I know who I am. കാരണം ഞാൻ അറിയുന്നു ഞാൻ ആരാണ്. I am not concerned about what the evil is going on. നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന ദുഷ്ടതയല്ല എൻ്റെ വിഷയം. But I am concerned about how good I can be so that I can be useful in the kingdom of God. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എത്രമാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നന്മ പ്രാപിക്കാം, എത്രമാത്രം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാം. If you are spending your time concerning about your weeds that is happening, ദൈവരാജ്യത്തിലുള്ള കളകളെ കുറിച്ചാണ് നാം കൂടുതൽ ഭാരപ്പെടുന്നത്, അതിനാണ് കൂടുതൽ സമയം ചെലവാക്കുന്നത്. Oh, Satan has put his seed into your heart. ദുഷ്ടൻ നിങ്ങളുടെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയത്തിലും അതിന്റെ വിത്തുകളെ ഇട്ടിരിക്കുന്നു. Don't be deceived. നാം വഞ്ചിക്കപ്പെടരുത്. God said, I am not called you to be concerned about the evil. ദൈവം നമ്മോട് പറയുന്നത് തിന്മയെക്കുറിച്ച് ഭാരപ്പെടാനും സമയം ചെലവാക്കാനും അല്ല ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. But I have called you to be what you are, to be a children of God. ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ എന്താകാൻ വേണ്ടി ഞാൻ വിളിച്ചിരിക്കുന്നു, ദൈവമക്കളാകുവാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. Be concerned and focused on that thing. ആ ഒരു വിഷയത്തിൽ നാം ഏകാഗ്രതയുള്ളവരും ഭാരമുള്ളവരുമായിരിക്കുക. Take away all of the concerns that is hindering your spiritual growth. നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കാം. That will not help you to grow. നമ്മെ വളരുവാൻ അനുവദിക്കാത്തത്. But that will only decrease your spiritual growth. നമ്മുടെ ആത്മീയ വളർച്ചയെ കുറവാക്കുന്ന വിഷയങ്ങളെ നാം വിട്ടുകളയുക. Remember that you have to stand at the throne of judgment one day.
ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടി വരുമെന്ന് നാം ചിന്തിക്കുക. The person who is preaching today also has to stand. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന വ്യക്തിയും അതിന്റെ മുമ്പിൽ We നിൽക്കേണ്ടിയിരിക്കുന്നു. all have to stand before the throne. നാം എല്ലാവരും ന്യായാധിപ സിംഹാസനത്തിന് മുമ്പിൽ God will നിൽക്കേണ്ടിയിരിക്കുന്നു. not ask you how far you are concerned with the evil, ദൈവം നമ്മോട് ഇങ്ങനെ ചോദിക്കുന്നില്ല, നടന്ന ദുഷ്ടതയെക്കുറിച്ച് നിനക്ക് എത്രത്തോളം but He ഭാരമുണ്ടായിരുന്നു. will ask you how far you were faithful in the thing I have planted inside you. ഞാൻ നിന്റെ ഉള്ളിൽ നട്ടിരിക്കുന്നതിനോട് നീ എത്ര വിശ്വസ്തതയുള്ളവനായിരുന്നു എന്ന് മാത്രമേ ദൈവം നമ്മോട് ചോദിക്കുകയുള്ളൂ. That is a question this morning God wants to ask us. ആ ചോദ്യമാണ് ദൈവം ഇന്ന് രാവിലെ കാലം നമ്മോട് That ചോദിക്കുന്നത്. is what God desires from our life, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. to be a good wheat. നല്ല ഒരു ഗോതമ്പ് And when ചെടിയാകുവാൻ. the time will come to harvest us, എന്നാൽ കൊയ്ത്തിന്റെ സമയം അടുത്ത് വരുമ്പോൾ He will collect us in a barn, കർത്താവ് നമ്മെ തന്റെ കളപ്പുരയിലേക്ക് കൂട്ടിവെക്കും. and there He will use us for His glory. അവൻ നമ്മുടെ മഹത്വത്തിനായി തന്റെ മഹത്വത്തിനായി നമ്മെ ഉപയോഗിക്കും. Choice is in front of us. നമ്മുടെ മുമ്പിലാണ് തെരഞ്ഞെടുപ്പ്. There is a garnishing of teeth and fire that will not quench. കരച്ചിലും പല്ലുകടിയും തീയുമുള്ള ഒരു സ്ഥലമുണ്ട്. But there is a place that God says, I am going so that I can make for you ഞാൻ പോകുന്നിടത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങളെയും കൊണ്ടുപോകുന്നു a എന്ന് house, കർത്താവ് a പറഞ്ഞു. mansion for you so that you can stay with me. അനേക ഭവനങ്ങൾ, അനേക മാളികകൾ അവിടെ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് വരാം. Where you want to stay? നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹമുള്ള സ്ഥലം, Where you want to stay this morning? നാം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. Kids, where you want to stay this morning? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവിടെ താമസിക്കാനാണ് ആഗ്രഹം? Oh, to the blessing of the house that God is making a mansion for us. കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആ ഭവനങ്ങളിലാണോ താമസിക്കാൻ Or ആഗ്രഹിക്കുന്നത്? are you willing to be put into the garnishing of teeth or to the hell where there will be no quenching of the fire? കരച്ചിലും പല്ലുകടിയും കെടാത്ത തീയുമുള്ള നരകത്തിൽ താമസിക്കുവാനാണോ ആഗ്രഹം? This morning choice is with us. ഇന്ന് രാവിലെ കാലം തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലാണ്. We are nobody to judge anybody. നാം ആരെയും വിധിക്കുവാൻ നാം ആരുമല്ല. We are nobody to criticize anybody. നാം ആരെയും വിമർശിക്കേണ്ട ആവശ്യമില്ല. But we know who we are. എന്നാൽ നാം ആരാകുന്നു എന്ന് നാം അറിയുന്നു. And that's what Jesus asked in this parable. ഈ ഒരു ഉപമയിൽ കൂടി കർത്താവ് അതാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. Try to understand who you are. നാം ആരാണെന്ന് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. And if you understand who you are, നാം ആരാണെന്ന് നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നെങ്കിൽ you will live by that principle. ആ തത്വത്തോടു കൂടി നാം ജീവിക്കും. And you will live by that focus. നാം ആ ഒരു ഏകാഗ്രതയോടുകൂടി നാം ജീവിക്കും. And you will fulfill the destiny that God has planted inside. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ പദ്ധതികളെ നാം പൂർത്തീകരിക്കും. Can we all stand up this morning? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. And we are going to sing Amazing Grace this morning. നാം അമേസിംഗ് ഗ്രേസ് പാടാൻ പോകും.